ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശാമികക്കുട്ടി പറഞ്ഞതുപോലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ആക്രിക്കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ആക്രിക്കടയെ. അപ്പം കുറച്ച് ആക്രി സാധനമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്രിക്കടയിൽ വന്നതാണ് കേട്ടോ. അപ്പം ആക്രി സാധനം കുറച്ചധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഓട്ടോയ്ക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം ഞാനും ശാമികയും പതുക്കെ ഇങ്ങനെ നടന്നു വന്ന് അമ്മ ഇതാ ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ അങ്ങ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടോ സാധനങ്ങളൊക്കെ. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ കളിച്ച് നടന്ന ഒരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ അടുത്താണ് ഇപ്പം റബ്ബർ തോട്ടമൊക്കെ കുറച്ച് മാറ്റിയിട്ടാണ് നമ്മുടെ ആക്രിക്കടയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുറച്ച് കൈതച്ചക്കയുടെ തോട്ടവും കൂടി ഉണ്ട് കേട്ടോ. കൈതച്ചക്കയെന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കൈതച്ചക്ക എന്ന് പറയും കേട്ടോ പൈനാപ്പിളിനെ. പല നാട്ടിലും പല പേരൊക്കെ പറയും. ചില സ്ഥലത്ത് എന്താണ് കന്നാരച്ചക്ക അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതൊരു പഴമാണേ, പൊട്ടങ്ങ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ കുഞ്ഞിലെയൊക്കെ ഇത് ഒരുപാട് ഇങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പഴം കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി, ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അങ്ങനെ ആക്രിയൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും ഇതാ കുറച്ച് കൈതച്ചക്കയൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന കണ്ടേ. പിന്നെ എനിക്ക് കയറാൻ മതിലിൻ്റെ മേളിൽ ചാടി കയറാൻ പാടായതുകൊണ്ട് ഞാൻ അമ്മേനെ കയറ്റിയിട്ട് അമ്മയോട് പറഞ്ഞാൽ കൈതച്ചക്ക പറിക്കാൻ പറഞ്ഞിട്ട് കൈതച്ചക്ക പറിക്കാൻ കവറൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറി ആക്രി പെറുക്കാൻ വന്നപ്പോൾ തന്നെ വന്നത്. അപ്പോൾ അങ്ങനെ കൈതച്ചക്കയൊക്കെ പറിച്ച് അമ്മേനെ മതിൽ കയറ്റി കൈതച്ചക്ക ഇങ്ങനെ പറിച്ച് അതിൻ്റെ മേളിലെ മുള്ള് കളഞ്ഞ് കവറിനകത്ത് ഇടുവാണ് കേട്ടോ. അപ്പോൾ മുള്ളും കൂടി കൂട്ടി ഇടുവാണെങ്കിൽ നമ്മുടെ കവറിനകത്ത് ഇടാൻ സ്ഥലമില്ലാതാവുകയും. അപ്പോൾ അങ്ങനെ ഇതാ കൈതച്ചക്കയൊക്കെ കുറേ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. അത് അവർ മൂടി ഇട്ടേക്കുവാണ്, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മൂടി ഇട്ടതാണ്. ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ പറിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ സീസൺ കഴിഞ്ഞതല്ല, അതിൻ്റെ വിളവെടുപ്പ് തീരെ ഇപ്പം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് വന്ന് പറിച്ചാലും അതിൻ്റെ ഉടമസ്ഥർ നമ്മളെ ഒന്നും വഴക്കൊന്നും പറയത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ ഇങ്ങനെ വന്ന് പറിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവർ പറിക്കുന്ന സമയത്ത് അവർ കൈതച്ചക്ക ഇങ്ങനെ പറിക്കുന്ന സമയത്ത് നമുക്ക് തരാറുണ്ട് കേട്ടോ. അപ്പം ഇപ്പം അവരിങ്ങനെ പറിച്ചാലും നമ്മളെ ഒന്നും പറയത്തില്ലാത്തതുകൊണ്ട് നമ്മളിതാ കുറച്ച് കൈതച്ചക്കയൊക്കെ പറിച്ച് ഒരു 3-4 എണ്ണം പറിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് പോയി പറിക്കാം. ഇപ്പം കൈതച്ചക്കയുടെ നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല വലിയതായിരുന്നു, ഇപ്പം ചെറുതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ മൂടി ഇട്ടതാണ് കേട്ടോ, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുറച്ച് ഏരിയ മൊത്തം ഇങ്ങനെ കൈതച്ചക്കയും പിന്നെ കുറച്ച് ഏരിയ ഇതെല്ലാം റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ. കുറച്ച് ഏരിയ കല്ല് വെട്ടുന്ന മടയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ കല്ല് വെട്ടുന്ന മട? അപ്പോൾ ഇതാണ് കേട്ടോ വെട്ടുകല്ല് മടയെ. വെട്ടുകല്ല് മട എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. അപ്പം ഈ വെട്ടുകല്ല് മടയ്ക്ക് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഇതൊക്കെ പണ്ട് ഞങ്ങൾ കളിച്ച് നടന്ന റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പോൾ കല്ല് വെട്ടുന്ന മടയൊക്കെ ആക്കിയത് കേട്ടോ. കുറച്ച് സ്ഥലം ഇപ്പം സ്ഥലത്ത് റബ്ബറൊക്കെ വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പകുതി സ്ഥലത്ത് കൈതച്ചക്കയും പിന്നെ ആക്രിക്കടയും ഇതുപോലെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത് നമ്മുടെ കൈതച്ചക്കയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.